ഇത് ഇതുവരെ ശരിയായില്ല എന്റെ ഹംസേ. സ്റ്റെപ്പിനി ലെയറിലായിരുന്നു. ഞാൻ ഫോട്ടോ എടുത്ത് പോയി കാറ്റടിപ്പിച്ചോണ്ടെന്നാ. നീ വന്നേ, നീ സൈക്കിൾ കൊണ്ട് കൊടുത്തേ. തേർഡ് ഗിയർ വല്ലാതെ സ്ലിപ്പാകുന്നുണ്ടല്ലോ മുതലാളി. ഗിയർ ചേഞ്ചിന്റെ ഒച്ച 1 കിലോമീറ്റർ ദൂരെ കേൾക്കും. ഹാൻഡ് ബ്രേക്ക് നോക്കി ഇറിപ്പില്ല. ഇതൊക്കെ നോക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. ബാക്കിലൊരു സീറ്റ് നാശകൂടാലി ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റാൻ പോലെ. നമുക്കത് മാറ്റണ്ട. പുത്തൻ സീറ്റ് ഒരെണ്ണം എന്റെ കയ്യിലുണ്ട്. സെക്കൻഡ് ഹാൻഡിന്റെ വില തന്നാ മതി. രാത്രി അമ്പലക്കടവിലെത്തിക്കാം. പണിക്കാരെയും കൊണ്ടുവരാം. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. മതി 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 മതി. അപ്പൊ എന്റെ അഡ്രസ് തരട്ടെ? വേണ്ട, ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. അത് നമ്മൾ ഒഴിവാക്കാനുള്ള പരിപാടിയാണല്ലോ മുതലാളി. ഒരു സഹകരണം കാണിക്കും. ഇയാൾക്ക് വേറെ ഒരു ജോലിയില്ലേ? ഇവിടെ ട്രിപ്പ് തുടങ്ങി മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ ഓരോ തമാശകള്. തമാശയല്ല, അപ്പൊ പണിയെടുപ്പിച്ചില്ലെങ്കിൽ ട്രിപ്പ് മാത്രമല്ല എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. ആവശ്യമില്ലാത്ത കാര്യം ഒന്നും പറയണ്ട. അതെ, പ്രഭാകരൻ സാർ വിളിക്കണു. ഏത് പ്രഭാകരൻ? ഏത് KBTU? പ്രഭാകരൻ സാറ്. അയാൾക്ക് എന്താ വേണം? എനിക്കൊന്നും അറിയില്ല. എവിടെയാണ്? ദേ നിക്കണു. എന്റെ ഹംസ ഒന്ന് എളുപ്പം തീർക്ക് ഹംസേ. എന്റെ ഹംസ ഒന്ന് വേഗം. ഹലോ ഹലോ ഹലോ, ഒന്ന് മാറിയെന്നേ. അതിന്റെ മോളിൽ കയറി ഡാൻസ് കളിക്കണ്ട. മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ. എന്താ താൻ തന്നെത്താനങ്ങ് വേഷം കിട്ടി അല്ലേ? ഇനിയിപ്പോ ഡ്രൈവറെയും ക്ലീനറേയും കൂടെ ഒഴിവാക്കിയിട്ട് ഒക്കെ വീട്ടുകാരെ കൊണ്ട് ജയിക്കാമെന്നായിരിക്കും. അതെ, എന്റെ ഇഷ്ടാ. അങ്ങനെ പാടില്ലാന്ന് ഇന്ത്യൻ പീനൽ കോഡിൽ പറഞ്ഞിട്ടൊന്നുമില്ല. എന്റെ ബസ്സിൽ ആര് പണിയെടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അത്തരം തീരുമാനങ്ങളാണ് കുഴപ്പം. പ്രത്യേകിച്ചും കംപ്ലൈന്റ് കിട്ടിയ സ്ഥിതിക്ക്. കംപ്ലൈന്റ്? അതെ, ആദ്യത്തെ ആളെ പിരിച്ചുവിട്ടല്ലേ നിങ്ങൾ കണ്ടക്ടറായത്? ആദ്യത്തെ ആള് എവിടെ? അവൻ എന്റെ കൈ കിട്ടിയുണ്ടല്ലോ. അയാളുടെ വീട്ടിൽ കയറി അയാളുടെ പ്രായമായ അച്ഛനെ അമ്മയും താൻ ചീത്ത പറഞ്ഞു. ചീത്ത പറഞ്ഞു. അതിനെന്താ പ്രശ്നം? ഒരു തവണ ഞാൻ താക്കി തന്നതാണ്. വത്സനെ ഒഴിവാക്കാൻ വേണ്ടി താൻ മനഃപൂർവ്വം കള്ളക്കഥ പറഞ്ഞുണ്ടാക്കി. കള്ളക്കഥയൊന്നുമല്ല, അവൻ കാരണമാ ഞാൻ ഇന്ന് കടക്കാരനായത്. അറിയോ? ഒരു കാര്യം ഞാൻ പറയാം. ജോലിയിൽ ഇറക്കി വിട്ടതല്ല, അവൻ കട്ടോണ്ട് ഇറങ്ങി പോയതാ. എന്റെ മുമ്പിൽ വന്ന് എന്റെ മുഖത്ത് നോക്കി പറയട്ടെ കട്ടിട്ടില്ലെന്ന്. ഇതുപോലെ പല മുതലാളിമാരുടെയും പല അഭിനയവും കണ്ടിട്ടുള്ളവനാ ഞാൻ. ശരി, ഇയാൾക്കിപ്പോ എന്തോ വേണം? പിരിച്ചുവിട്ട അന്ന് മുതലുള്ള ശമ്പളം തിരിച്ചെടുക്കുന്നില്ലെങ്കിൽ കോമ്പൻസേഷൻ. മണ്ണാൻ കട്ട ഞാൻ കൊടുക്കാം. അതിനു മുമ്പ് എനിക്ക് അവനെ ഒന്ന് കാണണം. ഒരു വക്കാലത്തുകാരൻ വന്നിരിക്കുന്നു. അപ്പൊ സീറ്റിന്റെ കാര്യം? എന്റെ ആശാന, ഇയാളൊന്ന് പോയേ. സീറ്റിന്റെ നാളെ കാലത്ത് വൈകരുത് കേട്ടോ. എന്താ, ഞാൻ വന്നിട്ട് വേണോ തന്നെ കുളിപ്പിക്കാൻ? ഹംസേ, അവന്റെ കർണക്കുറ്റി നോക്കി ഒരു ഒറ്റ പൊട്ടീര് കൊടുക്കാൻ തോന്നി എനിക്ക്. ആരെ? ആ നേതാവിന്റെ. അവനാ കള്ളനെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു. എന്റെ സമയം അല്പം മോശം, അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എന്താപ്പാ അത്? എന്താണെന്ന് അറിഞ്ഞില്ല. ഒന്ന് പോയി നോക്കാം. വെള്ളം ഒടിച്ചോണ്ട് ആരെങ്കിലും കെട്ടിച്ചാടും? വെള്ളം അടിച്ചോണ്ട് വെള്ളത്തിൽ ചാടാ, പിന്നെ എവിടെ ചാടാനാടൂ? അല്ല, നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് അങ്ങ് അകത്തോട്ട് കുഴപ്പമൊന്നുമില്ല. ഇത് ഇയാക്കടെ സ്ഥിരം പതിവാ. കുടിച്ചിലേക്കിട്ട് വീട്ടിൽ വരിക, എന്നിട്ട് വഴക്കുണ്ടാക്കുക, പിന്നെ കിണറ്റിൽ ചാടുക. ഇത് ഇയാക്കടെ സ്ഥിരം തൊഴിലാ. സീരിയസ് ആണെങ്കിലേ നമുക്ക് ബസ് എടുക്കാം, ആശുപത്രി കൊണ്ടുപോകാം. പോടാ പട്ടി, ആരടാ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോവാൻ? ചേട്ടാ, ഇനി ചാടിയ ഞങ്ങൾ ആരും വരില്ല. നിന്നെ ഇവിടെ ആരും ക്ഷണിച്ചില്ലല്ലോ. ഒരു ഇടി വെച്ച് കഴിഞ്ഞ ഇടിക്കും. ഇന്ന് ആരും വന്നില്ലെങ്കിൽ കാണായിരുന്നു. എനിക്കും വയ്യ. അച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു. നിന്നെ കൊണ്ട് ഞാനും തോറ്റടി. ഈ നാട്ടില് ചാരായ ഷാപ്പ് തുറന്നു വെച്ചിരിക്കുന്ന ജനങ്ങൾക്ക് കുടിക്കാൻ. കുടിക്കണ തെറ്റാണെന്ന് പറഞ്ഞ് ഉപദേശിക്കാൻ നീ ആരടി? ദാഹം തീർക്കാനായിരിക്കും ചേട്ടൻ കിണറ്റി ചാടിയത്. അതെ അതെ, ഷാപ്പിൽ തണ്ണേടി കിണറ്റി വെള്ളമടി. ഒച്ച വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല. മോളെ, ഇയാളെ അകത്ത് കൊണ്ടുപോയിട്ട് വാതിലടക്കേ. മനുഷ്യർക്ക് ഇവിടെ സ്വയമായിട്ട് ജീവിക്കണം. അതെ ചേട്ടാ, എണീറ്റാട്ടാ. നാടകം കണ്ടു കഴിഞ്ഞില്ലേ? ഇനി പൊയ്ക്കൂടെ? മുരളി, നമുക്ക് പോവാം. വരൂ അച്ഛാ, എനിക്ക്
അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ? കഴിഞ്ഞതൊക്കെ ഞാനൊരു തമാശയായിട്ടേ കരുതിയിട്ടുള്ളൂ കേട്ടോ. അച്ഛന് മരുന്നോ മറ്റോ വേണമെങ്കിൽ കുട്ടിക്ക് ഞാനൊരു പാസ് ഒപ്പിട്ട് തരട്ടെ? എനിക്കൊന്നും വേണ്ട. എന്താ? നേര് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. ഏയ് അതൊന്നും സാരമില്ല. കേസിന് പോയാൽ ആളുകൾ പറഞ്ഞു കുറെ രൂപ കിട്ടുമെന്ന്. എത്ര രൂപ വേണേലും തരാമെന്ന് നിങ്ങളും പറഞ്ഞു. നിങ്ങൾ വാക്ക് പാലിക്കാതിരുന്നപ്പോ എനിക്ക് നിങ്ങളെ ഒന്ന് പറ്റിക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അയ്യോ കുട്ടി, ഞാനത് മനഃപൂർവ്വമായിരുന്നില്ല. എന്റെ അവസ്ഥ ദിവസവും ദിവസവും മോശമായി വരികയാണ്. ഈ വണ്ടിക്ക് വേണ്ടി ഞാൻ എത്ര രൂപ ചെലവാക്കിയെന്നറിയാം. അതൊക്കെ പോട്ടെ, കുട്ടിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. എന്നോട് ചോദിക്കണ്ട, ഞാൻ തന്നോളാം. വേണ്ട, എനിക്കൊന്നും വേണ്ട. അല്ല, ഞാൻ തരും. ബീഫ് കഴിക്കണമെങ്കിലേ കൊളംബോ ഹോട്ടലിൽ നിന്ന് കഴിക്കണം. എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും നല്ല ബീഫ് ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷെ ഡ്രൈവർമാര് മുഴുവനും സിനിമാ ക്യാബിൽ നിന്ന് ഊണ് കഴിക്കുള്ളൂ. അവിടെ 2 or 3 പ്രാവശ്യം മതിയാവണോളം ചോറ് തരും. അതന്നെ ദൈവന്നല്ലോ. നാരായണേട്ടന്റെ കാല് പിടിച്ച് ഞാൻ വീണ്ടും ഹോട്ടലിൽ കയറി. മുരളേട്ടാ, ഈ എച്ചിലെല്ലാം എടുത്തെടുത്ത് എന്റെ ജീവിതം നശിച്ചു പോകത്തേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യാനാ പാപ്പ? ഹംസ ഇറങ്ങിയാ നിന്നെ കേറ്റാന്നല്ലേ പറഞ്ഞത്? കളക്ഷനൊക്കെ ആകെ മോശം, അതിന്റെ ബേജാറിലാ ഞാൻ. മുരളി, ഞാൻ കണ്ട കാര്യം പറയാണ്, കുഴപ്പത്തിനൊന്നും നിൽക്കണ്ട. നമ്മളെ കണ്ടക്ടർ വത്സനല്ലേ, ആ കടന്റെ മുമ്പിലൊക്കെ ഉണ്ട്. ആ കടന്റെ മുരളി, അല്ലെങ്കിൽ തന്നെ നമ്മളെ സമയം മോശമാണ് ഇപ്പോ. മാറ് മുരളി. പട്ടി, നിന്നെ ഞാൻ എടാ, എന്നെ പെരുവഴി മുതലാളി ഇറങ്ങി വന്നിട്ടൊരു കാര്യം ചോദിക്കട്ടെ. തനിക്ക് കാത് കേട്ടൂടെ? ഓ, എന്നോടായിരുന്നോ? അയ്യോ, ഞാൻ മുതലാളിയൊന്നും അല്ല. സാർമാർക്ക് ഇപ്പൊ എന്താ വേണ്ടത്? യൂണിയൻ യോഗം ചേർന്ന് ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്. എടുത്തോളൂ. അത് നടപ്പാക്കുന്നതിന് മുമ്പ് തനിക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ ഒരവസരം ഞങ്ങൾ തരാം. ഒന്നുമില്ല, താങ്കളുടെ യൂണിയൻ ഒരു തീരുമാനമെടുത്ത സ്ഥിതിക്ക് എനിക്ക് വേണ്ടി ഒന്നും മാറ്റണ്ട. തീരുമാനം നടപ്പിലായാൽ താൻ വലിയ വില കൊടുക്കേണ്ടി വന്നേക്കും. എന്നാലും സാരമില്ല, യൂണിയൻ ജയിക്കട്ടെ. സത്യാവസ്ഥ ഞാനൊരിക്കൽ വിശദീകരിച്ചതാണ്. ഉത്തരവാദിത്തമുള്ള ഒരു യൂണിയൻ ആയിരുന്നെങ്കിൽ ആ കള്ളൻ കട്ടുകൊണ്ടുപോയ എന്റെ കാശ് തിരികെ വാങ്ങിച്ചു തരണമായിരുന്നു. ഒരു കള്ളം 100 തവണ ആവർത്തിച്ച് സത്യമാക്കി മാറ്റാന്ന് വിചാരിക്കണ്ട. ആരോപണം മത്സരം നിഷേധിച്ചതാണ്. യൂണിയനോടുള്ള പക തീർക്കാൻ താൻ അവനെ റോഡിലിട്ട് തല്ലി. ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കുമെന്ന് കരുതുന്നുണ്ടോ? സുഹൃത്തെ, ആകെ മുങ്ങിയാൽ കുളിരില്ല എന്ന് കേട്ടിട്ടില്ലേ? ആ ഒരു അവസ്ഥയിലാണ് ഞാൻ. നിന്റെ കുളിരുമാറ്റേണ്ട അങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാവടാ. ദേ സൂക്ഷിച്ച് സംസാരിക്കണം. എടാ പോടാന്നൊക്കെയുള്ള വിളിയുണ്ടല്ലോ, സ്വന്തം വീട്ടിൽ പോയി വിളിച്ചാൽ മതി. നിന്റെ നാശം അടുത്തിരിക്കുകയാണെന്ന് കരുതിക്കോ. എടാ ചോട്ടാ നേതാവേ, മൂർഖം പടമെടുക്കുന്ന കണ്ടാ മനസ്സിലാവും. ഞാഞ്ഞൂല അതിനെ ശ്രമിച്ചാലേ കാണാൻ മഹാവൃത്തിയോടായിരിക്കും. അവസാനമായിട്ട് പറയുക, യൂണിയനോടും വത്സനോടും മാപ്പി ചോദിക്കുക. വത്സനെ ജോലി തിരിച്ചെടുക്കുക. തനിക്ക് നാണമില്ലേ ഇത് പറയാൻ? ഒരു കള്ളനെ രക്ഷിക്കാൻ നടക്കുന്ന തന്റെ തല്ലിപ്പൊളി യൂണിയനോട് മാപ്പ് പറയാൻ എന്റെ പട്ടി വരും. ഓഹോ, അപ്പൊ പിന്നെ രക്ഷയില്ല. നമുക്ക് തെരുവ് വെച്ച് കാണാം. കാണാം, എവിടെ വെച്ച് വേണേലും കാണാം. ഇപ്പൊ കാണണോ? കാണാം. തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്. കാക്കി അണിഞ്ഞൊരു തൊഴിലാളി, അതിനുള്ളിൽ ഇരിപ്പത് മുതലാളി. കാക്കി അണിഞ്ഞൊരു തൊഴിലാളി, അതിനുള്ളിൽ ഇരിപ്പത് മുതലാളി. ഗൾഫുകാര മൂരാച്ചി, ഇത് കേരളമാണ്, സൂക്ഷിച്ചോ. ഗൾഫുകാര മൂരാച്ചി, ഇത് കേരളമാണ്, സൂക്ഷിച്ചോ. അടികൊണ്ടും വെടികൊണ്ടും അടിച്ചമർത്താൻ നോക്കണ്ട. അടികൊണ്ടും വെടികൊണ്ടും അടിച്ചമർത്താൻ നോക്കണ്ട. ഗൾഫുകാര മൂരാച്ചി, ഇത് കേരളമാണ്, സൂക്ഷിച്ചോ. ഗൾഫുകാര മൂരാച്ചി, ഇത് കേരളമാണ്, സൂക്ഷിച്ചോ. ഗൾഫുകാര മൂരാച്ചി, ഇത് ഫോണടിച്ച് വണ്ടി എടുക്കണോ? സൂക്ഷിച്ചോ. എന്തിനാ? അവരുടെ തല്ലുകൊണ്ട് ചാവാനാ? ചോരക്കളിക്ക് ഞാനില്ല.
തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്. കാക്കി അണിഞ്ഞൊരു തൊഴിലാളി, അതിനുള്ളിൽ ഇരിപ്പത് മുതലാളി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ മുരളി. നടക്കട്ടോ. മൂരാച്ചി ഇത് കേരളമാണ്, സൂക്ഷിച്ചോ. ഗൾഫുകാരാ മൂരാച്ചി ഇത് കേരളമാണ്, സൂക്ഷിച്ചോ. ആ കള്ളന്റെ നെറ്റിയിലെ കെട്ട് കണ്ടോ? കണ്ട് മുരളിന്റെ അടി കിട്ടിയിട്ട് പൊട്ടിയതാണെന്ന് വരുത്താനാവും. ഓ, മേക്കപ്പ് ചെയ്ത് എഫക്റ്റ് വരുത്തിയിരിക്കുകയാണ്. രക്തസാക്ഷി ഏതായാലും കിട്ടിയില്ല, അപ്പൊ കൂടെ രക്തം കെടുക്കട്ടെ എന്ന് കരുതി. ശരിക്കും രണ്ട് കൊടുക്കേണ്ടതായിരുന്നു. ശരിയാ. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. അടികൊണ്ടും വെടികൊണ്ടും അടിച്ചമർത്താൻ നോക്കണ്ട, അടികൊണ്ടും വെടികൊണ്ടും അടിച്ചമർത്താൻ നോക്കണ്ട. ഇതെന്തു പറ്റി പ്രഭാരം? മുന്നറിയിപ്പില്ല, പെട്ടെന്നൊരു സമരം. ഓണർക്ക് മുന്നറിയിപ്പ് നോട്ടീസ് ഒന്ന് കൊടുത്തു. ഞങ്ങളുടെ ഒരു മെമ്പർ അയാൾ തല്ലി സാറേ. തിരിച്ചടിക്കാൻ വയ്യാഞ്ഞിട്ടല്ല, ഒരു കോംപ്രമൈസിന് അത് തടസ്സമാവണ്ടല്ലോ എന്ന് കരുതിയാ. ഗൾഫ് മോട്ടോഴ്സ്, ഇതാ ദുബായിക്കാരൻ്റെ അല്ലേ? അതെ, അവൻ മഹാപ്പെഴയാ സാറേ. എന്നാൽ ഈ സ്കൂൾ ഓഫീസ് സമയത്ത് ഇത് വേണമായിരുന്നോ? വേണമായിരുന്നു. എവിടെ? ഓണർ സ്ഥലത്തില്ലേ? അവൻ തന്നെ. ഞങ്ങളുടെ മെമ്പറെ പുറത്താക്കിയ പിന്നെ അവൻ തന്നെയാ കണ്ടക്ടർ. ഒരു ഗൾഫുകാരൻ കണ്ടക്ടർ ആകാന്ന് വെച്ചാൽ അവന്റെ സിറ്റുവേഷൻ ഇച്ചിരി മോശമായിരിക്കണല്ലോ. ഓക്കെ അടവാ സാറേ. എന്താ ഇതൊക്കെ? സ്വന്തം കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടി വാങ്ങണമെന്നുണ്ടോ? കടിച്ചാ തിരിച്ചു കടിക്കാൻ എനിക്കറിയാം. ഓഹോ, ആള് വലിയ വാശിയിലാണല്ലോ. ആണെങ്കില് അയ്യോ, എന്നോട് ചൂടാകണ്ട. ഒരു അനുരഞ്ജനത്തിന് വല്ല സാധ്യതയുണ്ടോ എന്ന് നോക്കുമായിരുന്നു. ഞാനിവിടുത്തെ ലേബർ ഓഫീസറാ. ഇതറിഞ്ഞിട്ടൊന്നും വന്നല്ല, ഓഫീസിലേക്ക് പോകുന്ന വഴിയാ. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാ, സമരം എത്രത്തോളം നീളുന്നോ അത്രത്തോളം ക്രോണിക്കാവും. മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചികിത്സയും ഫലിക്കില്ല. ഞാനൊരു കോംപ്രമൈസിന് ശ്രമിക്കട്ടെ. കള്ളക്കഥ ഉണ്ടാക്കി വത്സനെ പിരിച്ചുവിട്ടു. യൂണിയനോടുള്ള വൈരാഗ്യം തീർക്കാൻ അയാളെ റോഡിലിട്ട് തല്ലിച്ചതച്ചു. സാറ് വിളിച്ചുകൊണ്ട് ഞങ്ങൾ വന്നതാ. ഇയാൾ ധിക്കാരിയാണ്. ഇയാൾ ഇട്ടിരിക്കുന്ന ഈ കാക്കി കുപ്പായം ഒരു താൽക്കാലിക മറയാണ് സാറേ. അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത് മുതലാളിത്തത്തിന്റെ സ്വരൂപമാണ്. അത് ഞങ്ങൾ കണ്ടതാണ്. ഹാട്ടിൻ തോലിട്ട ചെന്നായാണ് ഇയാൾ. അല്പ സംയമനത്തോടെ സംസാരിച്ചാൽ കൊള്ളാം. തൊഴിലാളിയെ പിരിച്ചുവിടാൻ വേണ്ടി മുതലാളിമാർ പല കള്ളക്കഥകളും ഉണ്ടാക്കാറുണ്ട്. ചെയ്തത് തെറ്റാണെങ്കിലും റോഡിൽ വെച്ച് അവനെ ഇദ്ദേഹം തല്ലിയതിൻ്റെ പിന്നിലുള്ള മനഃശാസ്ത്രം എന്താണ്? യൂണിയനോടുള്ള വൈരാഗ്യം മാത്രമാണോ? ഇതുവരെ കേട്ടതിൽ നിന്ന് യൂണിയനോട് അത്രമാത്രം വൈരാഗ്യം ഉണ്ടാകേണ്ട കാര്യം മിസ്റ്റർ മുരളീധരൻ ഇല്ല. വത്സനെ തിരിച്ചെടുക്കണമെന്ന് ഞാൻ നിർബന്ധിച്ചിരുന്നു. അനുസരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ നോട്ടീസ് അയച്ചിരുന്നു. സർ, ഞാൻ ആകെ കടത്തിലായിരുന്നു. ഉത്സവ സമയത്തെ കളക്ഷൻ കൊണ്ട് ആ കടങ്ങൾ വീട്ടാമെന്ന് സമാധാനിച്ചിരിക്കുമ്പോഴാ ആ ദ്രോഹി എന്നെ പിന്നിൽ നിന്ന് കുത്തിയത്. രൂപ കെട്ടത് സത്യമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ല? അതൊന്നും തന്നെ പോലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ അല്പം മനുഷ്യത്വം വേണം. ഒരാരോപണം വരുമ്പോ പരിഗണന മനുഷ്യത്വത്തിനല്ല, കാര്യകാരണങ്ങളും തെളിവുകളുമാണ് പ്രധാനം. എനിക്കാരെ ഒന്നും ബോധ്യപ്പെടുത്താനില്ല. ഇയാൾ ധിക്കാരിയാണെന്ന് സാറിന് ഇപ്പൊ മനസ്സിലായല്ലോ. അതുകൊണ്ടാ അനുരഞ്ജനം വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അമ്പലക്കടവിലേക്കുള്ള ഒരേ ഒരു ബസ്സാ അത്. യാത്രക്കാരൻ നടന്നോട്ടെന്നോ? ഒരു ഓഫീസറായിട്ടല്ല, ഒരു ഇടനിലക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാ, നിങ്ങളൊരു കോംപ്രമൈസിലെത്തണം. ഞങ്ങൾ ഒരുക്കമാണ് സർ. വത്സനെ തിരിച്ചെടുക്കണം, മാപ്പ് പറയണം, പിരിച്ചുവിട്ട് അന്ന് മുതലുള്ള നഷ്ടവും കൊടുക്കണം. സർ, ഞാനൊരു കോംപ്രമൈസിന് തയ്യാറാണ്. കട്ടുകൊണ്ടുപോയ രൂപ മുഴുവൻ അവൻ എനിക്ക് തിരിച്ചു തരണം. ഒരു കള്ളനെ ജോലിക്കെടുക്കുന്ന പ്രശ്നമില്ല, ശമ്പളം കൊടുക്കുന്ന കാര്യം ഉദിക്കുന്നേ ഇല്ല. അനുഭവിച്ചറിഞ്ഞാലേ നീയൊക്കെ പഠിക്കൂ. നീ എന്നെ ഒരു പുല്ലും പഠിപ്പിക്കാനില്ലടാ. തൊഴിലാളികളുടെ ചോര കുടിച്ച് വളർന്ന അട്ടയാണ് നീ. മിസ്റ്റർ മുരളീധരൻ, ഈ ഓഫീസിൽ വെച്ചായതുകൊണ്ട് തൽക്കാലം തന്നെ ഞാൻ വെറുതെ വിടും. എവിടെ വരണമെന്ന് പറയടാ, ഞാൻ അവിടെ വരാം. കാണാം. കാണാം. ഇപ്പൊ രണ്ടുപേരും ചേർന്ന് എന്നെയാണ് കളിയാക്കിയത്. അനുരഞ്ജനത്തിന് വിളിച്ച് ഞാൻ വിഡ്ഢിയായി. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് സാറിന് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. ലേബർ ഓഫീസർ എന്ന നിലയ്ക്ക് സത്യത്തിന്റെ കൂടെ നിൽക്കാൻ സാറിന് കഴിയുമോ? അതുകൊണ്ട് വലിയ നേട്ടമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങളോട് പറഞ്ഞതൊക്കെ സത്യമായിരിക്കുമെന്ന് എനിക്കറിയാം. ലേബർ ഓഫീസർ എന്ന് പറഞ്ഞാൽ ലേബേഴ്സിന്റെ വെൽഫെയർ നോക്കാനുള്ള ഒരു പോസ്റ്റാണ്. ഇത്രയും വർഷങ്ങൾക്കിടയ്ക്ക് എത്രയോ തൊഴിലാളി നേതാക്കന്മാരുടെ തെമ്മാടിത്തരങ്ങൾ കണ്ടറിഞ്ഞവനാ ഞാൻ. പക്ഷെ ഈ പോസ്റ്റ് ഇരുന്ന് അവർക്കെതിരായി സംസാരിക്കാൻ എനിക്ക് അവകാശമില്ല. പിന്നെ എന്തിനാ സാറേ കോംപ്രമൈസ് എന്ന് പറഞ്ഞ ഒരു നാടകം ഇവിടെ കളിച്ചത്? ഒരു ശ്രമം, അത്രേ ഉള്ളൂ. ഓഹോ, അപ്പൊ എനിക്ക് ആരുടെ സഹായം കിട്ടില്ല? വേണ്ട. പക്ഷെ ഇവിടെ പോലീസും കോടതിയുണ്ട്. ഒരു സാധാരണ മനുഷ്യന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ അവർക്ക് ബാധ്യതയില്ലേ? മിസ്റ്റർ മുരളീധരൻ ആ വഴിക്ക് നീങ്ങുന്നത് ബുദ്ധിയാണോ? സർ, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഈ കസേലയിരുന്നുകൊണ്ട് എന്നോട് ആ ചോദ്യം ചോദിക്കരുത്. പോലീസിനെ കൊണ്ട് തന്നെ ഞാൻ സമരക്കാരെ നേരിടും.
തൊഴിലാളി ഐക്യം സിന്ദാബാദ്! തൊഴിലാളി ഐക്യം സിന്ദാബാദ്! തൊഴിലാളി ഐക്യം സിന്ദാബാദ്! തൊഴിലാളി ഐക്യം സിന്ദാബാദ്! നിർത്താൻ. സമരം സമാധാനപരമാണ് സർ. കോർട്ട് ഓർഡർ ഉണ്ട്. ബസ് എടുക്കണം. സമരക്കാരോട് മാറാൻ പറ. ഓ അത് ശരി. മാറാൻ പറയുന്നതോ മാറ്റണോ? ഇഷ്ടംപോലെ ചെയ്താൽ മതി. പിടിച്ച് മാറണം. തൊഴിലാളികളെ തല്ലിയാലുണ്ടല്ലോ. തൊഴിലാളി ഐക്യം പോലീസ് മർദ്ദനം അവസാനിപ്പിക്കുക! പോലീസ് നിന്നെയൊക്കെ നിലക്ക് ചേർത്താൻ ഈ നാട്ടിൽ കോടതിയും പോലീസുണ്ട്. മനസ്സിലായോ? ഓക്കെ. സാറിന് എന്താ വേണ്ടേ? ഈ ബസ്സിന് ഒരു വ്യവസ്ഥയിലിടോ. സമയനിഷ്ഠയില്ല, പണിയെടുപ്പിക്കില്ല. ഇല്ല, ഒന്നും ചെയ്യില്ല. ആ തന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നേക്കുമായി ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോവാണ്. RC ബുക്ക് എടുക്കൂ. RC ബുക്കല്ല, തനിക്ക് മണ്ണാൻ കെട്ടാനോ? മനുഷ്യൻ ഭ്രാന്തി പിടിച്ചിരിക്കുമ്പോഴാ. ഞാൻ ടയർ റീസോൾ ചെയ്യില്ല, വൈപ്പർ നന്നാക്കില്ല, ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മരുന്ന് വാങ്ങിച്ചു വെക്കില്ല, ഓവർലോഡ് കയറ്റും. എനിക്ക് തോന്നിയ സമയത്തൊക്കെ വണ്ടി ഓടിക്കും. ഇയാളുടെ ഇഷ്ടംപോലെ സൂക്ഷിച്ച് സംസാരിക്കണം. വണ്ടി എടുക്ക. വണ്ടി എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. വണ്ടി എടുക്കാൻ പറഞ്ഞു വണ്ടി എടുക്കണോ? ബിംബമെടുത്തനിക്കൊരു ചാണയായി ഉരയ്ക്കണം. ഇന്ദ്രനെ പിടിച്ചണ്ട തുണിമേകട്ടിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല ബസ് ഇവിടെ നിന്ന് മാറ്റിയിടണമെന്ന്. ആര് പറഞ്ഞ ബസ് ഇവിടെ കൊണ്ടിടാൻ? ഒന്ന് പോയേ. അങ്ങനെ ആരാ പറഞ്ഞേ? ഒന്ന് പോയേ. ഈ എവിടെ ഇരുന്നാടാ ശബ്ദം? ഇവിടെ ഇവിടെ ഇയാള് ആരാ? ബഹളം വെക്കാതെ ഒന്ന് പോയേ. ബസ് ഇവിടെ എടുത്ത് മാറ്റടാ. മാറ്റടാ ബസ്. രാവിലെ മുതൽ തുടങ്ങിയല്ലേ ഓരോ ശല്യങ്ങള്. ഇതിനൊക്കെ കുതിര കയറാൻ എന്നെ കണ്ടിട്ടുള്ളൂ. ഞാൻ നിന്റെ മേത്ത് കയറിയാൻ നീ കുതിരയാവോ? ചേട്ടാ ഒന്ന് പോയേ. ഞാൻ പോയാ നീ കുതിരയാവോ? ഹംസ ഒന്ന് പറഞ്ഞു വിടറോ. ഹംസ മാറ്റി ഞാൻ കുതിരയാവോ? ഒറ്റ വീക്ക് വെച്ചോ. പോയേ പാടാ പോണോ? എന്തായി? എന്തായി? എന്താവാൻ എനിക്ക് തോന്നില്ല. അയാൾ എനിക്കൊന്ന് ഇത് രാവിലെ വരെ മഞ്ഞുണ്ടാ ചാവാനേ ഉള്ളൂ. മനുഷ്യനെ പേടിപ്പിക്കാടോ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? എന്ത് ചെയ്യാൻ? കയ്യും കാലും തൂക്കി പിടിച്ച് പുരയെ കൊണ്ടിടണം. പുഴയില്ല, അയാളെ വീട്ടിൽ നിന്ന്. എന്നാ താനൊന്ന് പിടിച്ചോണ്ടാക്കണോ? ഇന്നെ കൊണ്ട് അതിനൊന്നും കഴിയൂല. ഒന്നാമത് എനിക്ക് ഈ ബസ് വേണം, രണ്ടാമത് എനിക്ക് ഈ സ്മെല്ലടി പറ്റൂല. രാവിലെ മുതൽ ഓരോ കുരിശുകള്. എണീക്കണോ? ഹംസേ ഒന്ന് പിടിക്കണോ? ഏയ് നമ്മക്കൊരു ഒറ്റ വാക്കേ ഉള്ളൂ. ഒന്ന് പിടിക്കണോ? അഞ്ചാറാക്ക് പിടിക്കാനുണ്ടല്ലോ. ആരും ഇല്ല ഇവിടെ? അതെ. അയ്യോ ഒന്നും ഉണ്ടായില്ല. വഴിയില് തന്നെത്താൻ തലയുറ്റി വീണു. അപ്പൊ ഞാൻ കണ്ടു. എന്നാ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവിടെ കിടന്നോട്ടെന്ന് വിചാരിച്ചാ മതിയായിരുന്നല്ലോ. ഞാനൊരു മനുഷ്യ സ്നേഹത്തിന്റെ പേരിൽ ഇങ്ങ് എടുത്തോണ്ട് വന്നതാ. സഹിക്കാവുന്നതിലും കൂടുതലായി. അച്ഛൻ ഇപ്പൊ ജീവിക്കുന്നത് തന്നെ ഞങ്ങളെ വേദനിപ്പിക്കാനാ. ഏയ് അങ്ങനെയൊന്നും പറയരുത്. സ്വന്തം അച്ഛനല്ലേ. ഒന്ന് പിടിച്ചകത്ത് കിടന്ന്. അല്ലെങ്കിൽ വേണ്ട ചേട്ടാ, ഞാൻ കിടത്താം. തലയിടിക്കല്ലേ. ഞാൻ ഇറങ്ങട്ടെ? ബുദ്ധിമുട്ടായിന്നറിയാം. ഏയ് ക്ഷമിക്കാൻ പറയാനേ പറ്റൂ. ഞങ്ങളുടെ വിധി ഇതായിപ്പോയി. ഒന്നും സാരമില്ല. ചിലരുടെ സ്വഭാവമാണല്ലോ. നാളെ ആവട്ടെ, ഞാനൊന്ന് ഉപദേശിച്ചു നോക്കാം. എന്തുപദേശിച്ചിട്ടും കാര്യമില്ല. ദിവസമുള്ള പതിവാണിത്. രാത്രി മുഴുവൻ കുടിച്ച് ബോധമില്ലാതെ ബഹളം കൂട്ടും. രാവിലെ അതോർത്ത് കരയും. എന്നും എനിക്ക് വാക്ക് തരും, ഇനി കുടിക്കില്ലെന്ന്. പക്ഷേ ഒരിക്കലും പാലിക്കാറില്ല. പാലിക്കാൻ പറ്റാറില്ല. എന്താ അത്? അല്ല, എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ട്. അതുകൊണ്ട്
ഒരു പരിധിക്കപ്പുറത്ത് അച്ഛനെ കുറ്റം പറയാൻ എനിക്കും കഴിയാറില്ല. അച്ഛന്റെ നല്ല ദിവസങ്ങൾ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ വളർന്നത്. വരുമാനം കുറവായിരുന്നെങ്കിലും സന്തോഷത്തോടെയായിരുന്നു ഞങ്ങളുടെ ജീവിതം. അമ്മയില്ലാത്ത വിഷമം ഞങ്ങൾ അറിയരുതെന്ന് അച്ഛന് നിർബന്ധമായിരുന്നു. എന്നെ പഠിപ്പിച്ചു. അച്ഛനെ കൊണ്ടാവുന്ന വിധത്തിൽ ചേച്ചിയുടെ കല്യാണം നടത്തി. എന്നിട്ട് കൊടുത്ത സ്ത്രീധനം കുറവായിരുന്നു എന്ന കാരണം കൊണ്ട് ആ വീട്ടുകാർ ചേച്ചി ഉപദ്രവിച്ചിരുന്നു. എനിക്ക് വേണ്ടി നീക്കിവെച്ച ഈ വീടും പറമ്പും വിറ്റ് സ്ത്രീധനത്തിന്റെ കടം വീട്ടാൻ അച്ഛൻ ഒരുങ്ങിയതാണ്. പക്ഷേ അതിനു മുൻപ് തന്നെ ചേച്ചി ഞങ്ങളെ വിട്ടുപോയി. സ്റ്റൗ പൊട്ടിത്തെറിച്ചു എന്നാണ് ആദ്യം കേട്ടത്. ആത്മഹത്യയായിരുന്നുവെന്ന് പിന്നീടേ അറിഞ്ഞുള്ളൂ. മരിക്കുമ്പോ ചേച്ചി പ്രസവിച്ചിട്ട് 3 മാസമേ ആയിരുന്നുള്ളൂ. കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുപോന്നു. ആ സംഭവത്തിന് ശേഷം അച്ഛൻ ഇങ്ങനെയാണ്. കുടിക്കാത്ത നേരത്ത് ഇപ്പോഴും പറഞ്ഞു കരയും. അച്ഛന്റെ കുറ്റം കൊണ്ടാണ് ചേച്ചി മരിച്ചതെന്ന്. നീ വലിയ മുതലാളിയാണല്ലേ? അടിച്ചു പൊളിക്കുന്ന മുരളി